ഹലോ എവ്രി വൺ. മാസ്ക് മാറ്റിക്കോ. അമ്മുന്റെ ബ്രദറും അൽഹസയിലുണ്ട്, വന്നിട്ടുണ്ട്. അൽഹസയിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളെ കാണാനുള്ള ബേബിനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. വാവയെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇന്ന് രാവിലെ എത്തി, മീറ്റ് ചെയ്തു. അതെ, നമ്മളെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നേരെ എവിടെ പോകുന്നത്? അൽക്വാറ ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹിൽസിലാണ് പോകുന്നത്. സൂപ്പർ സ്ഥലമാണ്. ഇനി അവിടെ വെച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ, ഫോട്ടോ എടുക്കണം. നിഖില് പോവാണ്. പിന്നെ നമ്മളെ യാത്ര തുടരുന്നു. അങ്ങനെ ഒരുപാട് പേരുമായിട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടല്ല, എല്ലാവരും എന്തായാലും കഷ്ടപ്പാട്. എല്ലാവരും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 10:10 7 മണിക്ക് ഇവിടുന്ന് പോകേണ്ടതാണ്. എനിഹൗ നമ്മൾ അൽക്വാറ ഹിൽസിലേക്ക് പോവാണ്. നിന്റെ കണ്ണാടി അവിടെ? അയ്യോ, ഫൈനലി നമ്മള് ഇറങ്ങിയിരിക്കുകയാണ് അൽക്വാറ ഹിൽസിലേക്ക്. ബഹ്റിൻ ബോർഡർ ഭയങ്കര തിരക്കായിരിക്കും. ഒരു 10 മണിക്ക് ഒക്കെ അവിടെ ക്രോസ് ചെയ്യേണ്ടതാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ 8 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത്. നാളെയാണ് ഈദ് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നല്ല ക്രൗഡ് ആയിരിക്കും. സൗദി എന്നുള്ള എല്ലാവരും ബഹ്റിനിലേക്ക് കയറുന്നതിന്റെ ക്രൗഡ് ആയിരിക്കും. എന്തായാലും നമ്മൾ ലേറ്റ് ആയി. എന്തായാലും ഈ അൽക്വാറ ഹിൽസ് നമ്മൾ മെട്രോയൊക്കെ കണക്കൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്കൊന്ന് മിസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അല്ലേ വേദ? So let's start. വേദക്കുട്ടി ഇങ്ങനെ നോക്കി കിടക്കുവാണ് കേട്ടോ. വേദക്ക് പുതിയ ഡ്രസ്സൊക്കെ കിട്ടി. വേദയുടെ മാമൻ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് നിറയെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. താങ്ക് യു പറഞ്ഞ വേദ. എഫക്ട് അല്ലേ? ഇതിന്റെ മുകളിൽ പോവാ. അതിന്റെ ഇടയിൽ കൂടെ കേറി ഇതിനകത്ത് ഒരു ഇതൊക്കെ ഉണ്ട്, വെല്ലൊക്കെ ഉണ്ട്, കിണർ. അതൊക്കെ കണ്ടുപിടിക്കാം. എന്ത് രസമല്ലേ ഇത് കാണാനുണ്ടല്ലേ? ഇത് ഒരു പ്രത്യേക തരം ഇതാണ്, ലൈം സ്റ്റോൺ കണക്കൊരു സംഭവമാണ്. ഇത് കുറെ നാൾ ഇവിടെ ഒരു റിവർ കണക്കൊരു സംഭവമാണ്. വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയി മനസ്സിലായി. വെള്ളം ഒഴുകിയ പാറ്റേണില് ഇത് ഫോർമേഷൻ നടന്നിരിക്കുന്നതാണ്. സംഭവം വീട്ടിലാണ് എന്തായാലും. പക്ഷെ ഇത്രയും വലിയൊരു ഏരിയ എടുത്ത് ഭയങ്കര വലുതാണ്. വേറെ പാർക്കിംഗ് ഉണ്ടോ? ക്ലോസ്ഡ് ആണോ? നെക്സ്റ്റ് ആണ്. ഇത് നല്ല നീളത്തിലാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ സ്ഥലമാണടി. നമുക്കിനി അകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇത് 12 മണിക്ക് തുറക്കത്തുള്ളൂ. വെബ്സൈറ്റ് കാണിക്കുന്നതൊക്കെ റോങ് ടൈമാണ്. ഇതുവഴി കുറച്ച് കയറാൻ പറ്റും. പക്ഷെ ഇതല്ല, ഇതിനകത്ത് ഭയങ്കര മനോഹരമാണ്. പോട്ടെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഇവിടെ കയറാനായിട്ട്. നോക്കാം. നമ്മളിവിടെ വന്നു. ഇവിടെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കയറാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോവാന്ന്. അല്ലേ? എന്താ പറയാ? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു സ്ഥലമാണ്, പക്ഷെ കയറാൻ പറ്റത്തില്ല. ഇത് കൊള്ളാം. പിന്നെ അകത്ത് കയറാൻ പറ്റാത്തൊരു നല്ല വിഷമമുണ്ട് ശരിക്കും. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അതിനകത്ത് കയറാം. ഇതിനകത്ത് ഇങ്ങനെ എന്ത് കാണുമെന്ന് മനസ്സിലാവണില്ല. നോക്കാം. അമ്മ വണ്ടിക്ക് ഒന്ന് ബ്രഷ് ഫീഡ് ചെയ്യാണ്. അവിടെയൊക്കെ ഇപ്പോഴത്തേക്ക് തോട്ടങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിനിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്താണല്ലോ ഇങ്ങനെ കയറി പോകാം. ടിക്ടോക്ക് എടുക്കാം. കൂടെ വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ തകർത്ത് ഫോട്ടോ എടുപ്പാണൊക്കെ.
അയ്യോ നല്ല ചൂടുണ്ട് അല്ലേ? ടയർഡായി കുട്ടി. നമ്മളിപ്പോ ഇവിടുന്ന് തിരിക്കുവാണ്. ഇനി നേരെ പാരൻ. കാര്യം ഇനി കയറുന്നില്ല. ഇനി 1 മുക്കാൽ മണിക്കൂർ കളയാൻ നമുക്കില്ല. ലെറ്റ്സ് ഗോ.